ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയാണെങ്കിലോ നമ്മുടെ ശ്രീനാഥിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ഒരു ഓട്ടോ പിടിച്ച് പോകുന്നുണ്ട്. ഓട്ടോ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, കുട്ടി എങ്ങോട്ടാണ്, ആരെങ്കിലും അന്വേഷിച്ച് ഇറങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും, അതെ ചേട്ടാ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ മിസ്സിങ് ആണ്, അയാളുടെ ഫോട്ടോ വല്ലതുണ്ടോ? അയ്യോ ചേട്ടാ, ഫോട്ടോ ഒന്നുമില്ല. അല്ല, ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് ഓട്ടോക്കാരുടെ, അവിടെ ഇട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് വർഷയോട് പറയുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യം. പക്ഷേ വർഷയുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, ആകെ ടെൻഷനായി നിൽക്കുന്നു. ആ സമയം തന്നെ നമ്മുടെ രാഘവൻ, അതായത് നമ്മുടെ വർഷയുടെ രണ്ടാം അച്ഛൻ അവിടേക്ക് ജാൻസി വില്ലയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. മറ്റൊന്നല്ല, വർഷയെ കാണാനാണ്. അദ്ദേഹം നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ ഗേറ്റൊക്കെ ചവിട്ടി തുറന്നിട്ട്, ഇതിലെല്ലാം പോകണ്ടേ, അത് നമുക്ക് ആ ഗേറ്റിൽ കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞ് മതിലൊക്കെ ചാടി കടന്നതിന് ശേഷം തന്നെ വീട്ടിലേക്ക് എത്താനായിട്ട് നോക്കുന്നു കേട്ടോ. ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുമ്പോഴത്തേനും വാതിൽ തുറക്കുന്നത് നമ്മുടെ ശിവനന്ദ തന്നെയാണ്. ആ സമയത്ത് എൻ്റെ മോളെ, നീ ഇങ്ങനെ മാറിപ്പോയടി എന്ന് പറഞ്ഞിട്ട് ശിവയെ കയറി പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ വർഷയല്ല, ഞാൻ ശിവനന്ദയാണെന്ന് പറയുന്നു. നീയാണോ? എൻ്റെ മോളെവിടെ? വർഷ, കുറേയായി എൻ്റെ മോളെ ഞാൻ കണ്ടിട്ട്, എൻ്റെ മോളെ ഇങ്ങ് വിളിക്കുമെന്ന് പറയുന്നു. അകത്ത് വർഷയൊന്നുമില്ല, വർഷ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല. പിന്നെ നിനക്കറിയില്ലേ എൻ്റെ മോളെവിടെ? ഇതിനകത്ത് തന്നെയുണ്ട് മോളെ വർഷയെ എന്നൊക്കെ വിളിച്ചിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വർഷ ഇവിടെ ഇല്ലയെന്നല്ലേ നിങ്ങളടുത്ത് പറഞ്ഞത്? വർഷയില്ലേ? പിന്നെ അവൾ എങ്ങോട്ട് പോയി? അറിയില്ല, അവൾ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എന്നാൽ പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കാം, ഇവിടെ ഇരിക്കേണ്ട, ഞാൻ ഉള്ളിൽ പോയി ഇരിക്കാമെന്ന് പറയുന്നു. ഉള്ളിലിരിക്കേണ്ട, ഞാനവിടെ ക്ലീനിങ് ചെയ്യും. അതിനുശേഷം തന്നെ പിന്നീടാണെങ്കിലോ രാഘവൻ അവിടുന്ന് പോവാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ ക്ലീൻ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം, വർഷ വന്നിട്ട് നിങ്ങളെ വിളിച്ചോളൂ എന്ന് പറയുന്നു. പക്ഷേ അയാൾ അതിനും കൂട്ടാക്കുന്നു. എൻ്റെ മോളെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിപ്പായി കേട്ടോ. അതിനുശേഷം തന്നെ ഇയാൾ ഇവിടുന്ന് പോകണ മട്ടൊന്നുമില്ല എന്നുള്ളത് ശിവയ്ക്ക് മനസ്സിലായി. ആ സമയത്തിൽ ആകെ പ്രശ്നമാവുകയാണല്ലോ. ഞാൻ എന്തായാലും വർഷയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുന്നു. വർഷയെ വിളിച്ച് പറയുന്നുണ്ട്, നിൻ്റെ വളർത്തച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, അയാൾ നല്ല മദ്യപിച്ചിട്ടുണ്ട്, ഇവിടുന്ന് പോകുന്നില്ല വർഷയെ, നിന്നെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറയുന്നു. അയാളിപ്പോൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ഞാനാണെങ്കിലോ ശ്രീയേട്ടനെ തിരക്കിക്കൊണ്ട് പോവുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ ഇവിടെ വന്നേ പറ്റുള്ളൂ, അല്ലാതെ ആകെ പ്രശ്നമാവിടി, നീ ആകെ വന്നേ പറ്റുള്ളൂ എന്ന രീതിയിൽ ശിവ പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഓട്ടോ അവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ചേട്ടാ കുറച്ച് വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഓട്ടോക്കാരന് വെള്ളം കൊടുക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ശ്രീയേട്ടൻ ഇനി എങ്ങനെ ഞാൻ കണ്ടെത്തും എന്ന ടെൻഷനിലാണ് കേട്ടോ വർഷം നിൽക്കുന്നത്. ചേട്ടാ നമുക്ക് തിരിച്ച് പോവാമെന്ന് പറയുന്നു. അപ്പോൾ ആളെ അന്വേഷിക്കണ്ടേ ചേട്ടാ, നമുക്ക് പോകാൻ വന്ന വഴിക്ക് തന്നെ പോവാമെന്ന് പറയുന്നു. അങ്ങനെ വർഷം തിരിച്ച് പോവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ അഞ്ജുവിനെ തന്നെ കാണിക്കുന്നത്. അഞ്ജു ഓഫീസിൽ പോകാനായിട്ട് ഫുഡൊക്കെ എടുക്കുന്നു, കൂടെ രാഹുലിനെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് രാഹുലിൻ്റെ തിരക്കിക്കൊണ്ട് 2-3 ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അവരെ കാണുമ്പോൾ രാഹുലാണെങ്കിൽ ഒളിഞ്ഞിരിക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. ആ സമയത്ത് എന്താ രാഹുൽ, അവർ വരുമ്പോഴത്തേനും ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയണമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ആൾക്കാർ വരുമ്പോഴത്തേനും രാഹുൽ ഇവിടെ ഇല്ല എന്നൊക്കെ അഞ്ജു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഞ്ജുവിന് ആകെ ടെൻഷനാണ്. ആരുടെയൊക്കെ അടുത്തുനിന്നാണ് ഈ രാഹുൽ കടം വാങ്ങിയതും ഒക്കെ എന്നാലോചിച്ചിട്ട്. അതിനുശേഷം തന്നെ വീണ്ടും രാഘവനാണെങ്കിലും ആകെ വിഷമത്തിൽ മദ്യപിച്ചിട്ടുണ്ടല്ലോ, ഓരോ പിച്ചിയും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മോളെ എനിക്ക് കാണണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് മല്ലികാക്കയും നമ്മുടെ ധനപാലനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിനുശേഷം തന്നെ എൻ്റെ മോളെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. വർഷപ്പാപ്പാനെ കാണാത്തതുകൊണ്ട് എത്ര വിഷമത്തിലിരിക്കുകയാണ് ഇയാളെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേന് ശിവയോട് പറയുന്നുണ്ട്, എൻ്റെ മോൾ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ശിവമോൾക്ക് അറിയില്ല, വർഷമോൾ ഇവിടെ ഇല്ല എന്നൊക്കെ ധനപാലനും പറയുന്നുണ്ട്. എനിക്കെൻ്റെ മോളെ കണ്ടേ പറ്റുള്ളൂ, നിങ്ങൾക്കറിയോ എത്രയായി എൻ്റെ മോളെ കണ്ടിട്ട്, ഞാൻ 1 വർഷത്തോളമായി മോളെ കാണാതിരുന്നിട്ട്, എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറയുന്നു ധനപാലൻ. അതെയോ, ഒരു പാവം കേട്ടോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ മോളെ കാണാതെ ഞാൻ ഇവിടെ പോവില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ കുത്തിയിരിപ്പായി കേട്ടോ. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെ തന്നെയാണ്. രാഹുലും അഞ്ജുവും കൂടെയാണ്. നമ്മുടെ രാഹുൽ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ കുറേ ഗുണ്ടകൾ വീണ്ടും വരുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ അവരെ കണ്ടുപിടിച്ച് നടക്കുകയാണ്. കാരണം പൈസ കൊടുക്കാനുണ്ടായിരുന്നു, പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല, അത് കാരണമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രാഹുൽ അവരിൽ നിന്ന് ഒളിച്ച് നിൽക്കാനായിട്ട് നോക്കുന്നു. വീട്ടിലേക്ക് വീണ്ടും ഓടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജുനോട് പറയുന്നുണ്ട്, വാതിലടക്കി അവർ വരുമ്പോഴത്തേന് ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു കേട്ടോ. പാവം അഞ്ജു ആണെങ്കിലോ ആകെ ടെൻഷനായിട്ട് തന്നെ വാതിലടയ്ക്കുന്നു. പിന്നെ അവർ വന്നിട്ട് വാതിൽ മുട്ടുന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവനെവിടെ, ഇവിടെ ഇല്ലേ, രാഹുൽ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു കേട്ടോ.
രാഹുൽ ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് എങ്ങോട്ടോ പോയതാണ്, ഇവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും അവർ മടങ്ങിപ്പോകുന്നു. എന്തായാലും അവനെ കണ്ടിട്ടേ ഞങ്ങൾ പോവുള്ളൂ, ഞങ്ങൾ പറ്റിച്ചുകൊണ്ട് അവനിങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും വിഷമത്തോടു കൂടിയാണ് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ രാഹുലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജുവിന് ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേന് രാഹുൽ വന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്. നിന്നോട് ചെയ്തതോ നിന്നോട് പ്രവർത്തിച്ചതോ ഒക്കെ തെറ്റായിപ്പോയി, എന്നോട് നീ ക്ഷമിക്കണം എന്ന രീതിയിലൊക്കെ അഞ്ജുവിനോട് പറഞ്ഞിട്ടിരിക്കണം കേട്ടോ. എന്തായാലും ഇങ്ങനെ പ്രശ്നം മുന്നോട്ട് പോയാൽ ശരിയാവില്ല, എന്തായാലും ഇതിലൊരു അവസാനം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് അഞ്ജുവിനെ ഝാൻസി വില്ലയിലേക്ക് തന്നെ കൊണ്ടുപോയി ആക്കും. ഇങ്ങനെ ഒളിച്ചും പാത്തും നിന്നിട്ട് അങ്ങനെ അഞ്ജുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും രാഹുലിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നും ഒതുങ്ങണ വരെ എന്തായാലും നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് നല്ലതെന്ന രീതിയിലൊക്കെയാണ് കേട്ടോ രാഹുൽ പറയുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.